Hello my dear NEET aspirants. നിങ്ങളുടെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി സബ്ജക്റ്റുകളിൽ ഏറ്റവും എളുപ്പമായ സബ്ജക്റ്റ് ബയോളജിയാണ്. എങ്കിൽ ആ ബയോളജിയിൽ ഏറ്റവും നിങ്ങളെ കുഴപ്പിക്കുന്ന രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് ബയോളജിക്കൽ ഡയഗ്രാംസും ടേംസും ആണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ NCERT ടെക്സ്റ്റ് ബുക്കിലെ അനേകായിരം ബയോളജിക്കൽ ഡയഗ്രാംസും ടേംസും നമ്മൾ മെമ്മറൈസ് ചെയ്യുക എന്നതാണ്. ഓക്കെ, സോ നമുക്ക് ആദ്യം ബയോളജിക്കൽ ഡയഗ്രാംസ് എങ്ങനെയാണ് എളുപ്പമാക്കുക എന്നാണ് നോക്കാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു ഹാർട്ട് സ്ട്രക്ചർ ആണ് ഉള്ളതെങ്കിൽ ഈ ഹാർട്ട് സ്ട്രക്ചറിനെ നമ്മൾ വെറുതെ കാണാതെ പഠിക്കാതെ അതിന്റെ സ്ട്രക്ചറുകളും അതിന്റെ പാർട്ടുകളും അതിന്റെ ഓരോ പാർട്ട് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതെന്നും ആ ലൊക്കേഷന്റെ ഫങ്ഷൻസുകളും ഒക്കെ നമ്മൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡയഗ്രാം വളരെ ഈസി ആയി വരയ്ക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അണ്ടർസ്റ്റാൻഡ് ബിഫോർ യു മെമ്മറൈസ്. അതായത് നിങ്ങൾ കാണാതെ പഠിക്കുന്നതിന് പകരം ആ ഡയഗ്രത്തിന്റെ എല്ലാ ഭാഗങ്ങളും കൃത്യമായി മനസ്സിലാക്കണം. കൃത്യമായി മനസ്സിലാക്കണം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്താണ്? ഫോർ എക്സാമ്പിൾ, നമുക്കറിയാം ഹ്യൂമൻ ഹാർട്ടിന് 4 ചാമ്പേഴ്സുകൾ ഉണ്ട്. അതിലേക്ക് ബ്ലഡ് എത്തുന്ന വഴി, ബ്ലഡ് ലീവ് ചെയ്ത് പോകുന്ന വഴി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഒരേ കളർ പാറ്റേൺ യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഇപ്പൊ നിങ്ങൾ കണ്ടു റൈറ്റ് ആട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ ആൻഡ് വിന കാവ. ഓക്കെ, അതൊക്കെ ബ്ലൂ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്, കാരണം അതിൽ ഇംപ്യൂർ ബ്ലഡ് ആണുള്ളത്. അതേസമയം അടുത്ത ഭാഗത്ത് ലെഫ്റ്റ് ആട്രിയം, അതേപോലെ അയോട്ട, ആ ഭാഗങ്ങള് റെഡ് കളർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എപ്പോഴും വരച്ചു പഠിക്കുന്ന സമയത്ത് ആട്രിയങ്ങളിൽ ഒരു സൈഡ് ബ്ലൂവും ഒരു സൈഡ് ബ്ലാക്കും, വെയിൻസുകൾക്ക് ബ്ലൂവും ആർട്ടറികൾക്ക് റെഡ് കളറും, ഇങ്ങനെ സെയിം മെത്തേഡ്, സെയിം പാറ്റേൺ തന്നെ ഫോളോ ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ ബ്രെയിനിന്റെ ഒരു പ്രത്യേകതയാണ്, ബ്രെയിനിന് എന്ത് ചെയ്യാൻ പറ്റും? കളേഴ്സ് ആണ് കൂടുതൽ ഓർമ്മിച്ച് വെക്കാൻ പറ്റുക, റാദർ ദാൻ ഒരു പ്ലെയിൻ വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളറിനേക്കാൾ കൂടുതൽ. സോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാല് ഒരു ബയോളജിക്കൽ ഡയഗ്രാംസ് നിങ്ങൾ എങ്ങനെ ഓർത്ത് വെക്കണം എന്ന് വെച്ചാൽ, ആ ഡയഗ്രാം വെറുതെ കാണാതെ പഠിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം അതിന്റെ സ്ട്രക്ചറും പാർട്സും ഫങ്ഷനും ഒക്കെ മനസ്സിലാക്കിയതിനു ശേഷം ആ ഒരു ഒറിജിനൽ ഡയഗ്രാം കവർ ചെയ്തതിനു ശേഷം നിങ്ങളൊന്ന് വരച്ചു നോക്കുക. വരച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ലേബൽ ചെയ്ത് നോക്കുക. ലേബൽ ചെയ്തതിനു ശേഷം നിങ്ങൾ ഈ ഒറിജിനൽ ഡയഗ്രാമുമായി കമ്പയർ ചെയ്ത് നോക്കുക. അങ്ങനെ ഒറിജിനൽ ഡയഗ്രാമുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ആ മിസ്റ്റേക്സ് നിങ്ങൾ റെക്ടിഫൈ ചെയ്ത് വീണ്ടും റീഡ്രോ ചെയ്യുക. ഇങ്ങനെ മാത്രമേ ബയോളജിക്കൽ ഡയഗ്രാംസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ബയോളജിക്കൽ ഡയഗ്രാംസ് നല്ല രീതിയിൽ മറന്നു പോകാതെ പഠിക്കാൻ പറ്റും. ചെറിയ മെത്തേഡാണ്. ആദ്യം നിങ്ങൾ ലുക്ക് ചെയ്യുക, ഈ സ്ട്രക്ചറിലേക്ക് നോക്കുക, ലുക്ക് ചെയ്യുക, അതിനുശേഷം അത് കവർ ചെയ്യുക, അതിനുശേഷം അത് ഡ്രോ ചെയ്യുക, അതിനുശേഷം അതിലെ മിസ്റ്റേക്കുകൾ എന്ത് ചെയ്യുക? ഒറിജിനൽ ഡയഗ്രാമുമായി ചെക്ക് ചെയ്യുക, കമ്പയർ ചെയ്യുക, അതിനുശേഷം റീഡ്രോ ചെയ്യുക. ഈ ഒരു പാറ്റേൺ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് NCERT ഡയഗ്രാംസ് ഒക്കെ കൈക്കുള്ളിൽ ഒതുക്കാം. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്, ബയോളജിക്കൽ ഡയഗ്രാംസ് ഈസി ആക്കാനില്ല രണ്ടാമത്തെ പോയിന്റ് ആണ്, നിങ്ങൾ എന്ത് ചെയ്യുക? സെയിം കളർ യൂസ് ചെയ്യുക. ഇപ്പൊ ഇവിടെ ഹാർട്ട് വരയ്ക്കുന്ന സമയത്ത് ആട്രിയത്തിന് ഒരു കളർ ചൂസ് ചെയ്യുക, വെൻട്രിക്കിളിന് ഒരു കളർ ചൂസ് ചെയ്യുക, അതിലേക്ക് വരുന്ന ബ്ലഡ് വെസലിന് ഒരു കളർ ചൂസ് ചെയ്യുക, അതിൽ നിന്ന് ലീവ് ചെയ്തു പോകുന്ന ബ്ലഡ് വെസൽസിനെ മറ്റൊരു കളർ ചൂസ് ചെയ്യുക. ഇത് തന്നെ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക? യൂസ് ചെയ്യുക. ഈ സെയിം പാറ്റേൺ യൂസ് ചെയ്യുക. മൂന്നാമത്തെ പോയിന്റ്, നിങ്ങളെ ബയോളജിക്കൽ ഡയഗ്രാം നിങ്ങൾക്ക് വളരെ ഈസി ആവാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? പ്രാക്ടീസ് വിത്ത് ബ്ലാങ്ക് ഡയഗ്രാംസ്. ബ്ലാങ്ക് ഡയഗ്രാംസ് എടുത്ത് വെച്ച്, പ്രിന്റ് എടുത്ത് വെച്ച് അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ലേബൽ ചെയ്ത് പഠിക്കുക. ഓക്കെ, ഈ 3 മെത്തേഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ എക്സാം പെർഫോമൻസും നിങ്ങളുടെ ഡയഗ്രത്തിന് ഓർമ്മിക്കുന്ന കാര്യവും നിങ്ങൾക്ക് എക്സ്ട്രാ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരുപാട് ഡയഗ്രാംസ് നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പൊ അതിനെയൊക്കെ ഓർമ്മിക്കണമെങ്കിൽ നിങ്ങൾ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്തേ പറ്റൂ. അടുത്തതാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത് ബയോളജിക്കൽ ടേംസ്. ബയോളജിക്കൽ ടേംസ് നമ്മൾ എങ്ങനെ ഓർമ്മിക്കും? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ മൈറ്റോകോൺട്രിയ. ഓക്കെ, അപ്പൊ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന ടേം ഒരു സെൽ ഓർഗാനിലാണ്, വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ഇതിനെ നമ്മൾ ഓർമ്മിക്കാൻ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ഫങ്ഷൻസ് ഓർത്ത് വെച്ചാൽ മതി. പവർ ഹൗസ് ഓഫ് സെല്ലാണ്, ATP എനർജി കറൻസി പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലമാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന ഓർഗാനിനെ കുറിച്ച് നമ്മൾ ഓർമ്മിക്കുക. ഓക്കെ, അപ്പൊ ബയോളജിക്കൽ ടേംസിനെ നിങ്ങൾ എന്ത് ചെയ്യുക? സ്പ്ലിറ്റ് ചെയ്ത് സിമ്പിൾ ടേംസ് ആക്കി മാറ്റുക. ഫോർ എക്സാമ്പിൾ, ബയോ മോളിക്യൂൾസ്. അതിൽ ബയോ എന്ന് പറയുന്നത് ലിവിങ്ങും മോളിക്യൂൾസ് എന്ന് പറയുന്നത് 2 or more ആറ്റംസ് കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്നത്. അതുപോലെ ഒരുപാട് ടേംസുകൾ നിങ്ങൾക്ക് ബയോളജിയിൽ പഠിക്കാനുണ്ട്. ബയോലൂമിസെൻസ്, മെറ്റാജെനിസിസ്, മെറ്റാമെറിസം, ആൾട്ടറേഷൻ ഓഫ് ജനറേഷൻ, ഫോട്ടോസിന്തസിസ്. അതിൽ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് എന്താ?
ഫോട്ടോ മീൻസ് ലൈറ്റ്, സിന്തസിസ് മീൻസ് പ്രിപ്പറേഷൻ, മേക്കിംഗ്. അങ്ങനെ എന്ത് ചെയ്യുക, ആ വേർഡിന്റെ മീനിങ് നിങ്ങൾ പഠിക്കുക. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് എന്ത് പഠിക്കാൻ പറ്റും, ബയോളജിക്കൽ ടേംസുകൾ ഓർമ്മിച്ച് വെക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇനി അടുത്തൊരു ബയോളജിക്കൽ ടേംസ് ഓർമ്മിച്ച് വെക്കാനുള്ള അടുത്തൊരു പോയിന്റ് ആണ് ക്രിയേറ്റ് നിമോണിക്സ്. എന്താണ് ക്രിയേറ്റ് നിമോണിക്സ്? ഫസ്റ്റ് മെത്തേഡ് എന്തായിരുന്നു? ഫസ്റ്റ് മെത്തേഡ് ഇതുപോലെയുള്ള മൈറ്റോകോൺട്രിയ പോലെയുള്ള വേർഡുകളെ നിങ്ങൾ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഓർമ്മിക്കുക, അതനുസരിച്ച് പഠിക്കുക. രണ്ടാമത്തെ കാര്യം ബയോലൂമിസെൻസ്, അതേപോലെ തന്നെ ഇല്ല, അതേപോലെ മെറ്റാജെനിസിസ്, മെറ്റാമറിസം, ഒരേപോലെയുള്ള ബയോളജിക്കൽ ടേംസുകളെ സ്പ്ലിറ്റ് ചെയ്ത് പഠിച്ചു വെക്കുക. മൂന്നാമത്തെ കാര്യം ഒരുപാട് വലിയ കാര്യങ്ങളാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ദ ലിവിംഗ് വേൾഡ് എന്ന ചാപ്റ്ററിൽ നിങ്ങൾ ടാക്സോണമിക്കൽ ഹൈറാർക്കി പഠിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. ഓക്കെ, ഇങ്ങനെ ഒരു ടാക്സോണമിക്കൽ ഹൈറാർക്കിന്റെ ചില സ്റ്റെപ്പുകൾ നിങ്ങൾ പഠിക്കുന്നുണ്ട്. സോ ഇത്രയും വലിയ കാര്യം നിങ്ങൾക്ക് പഠിക്കാൻ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിമോണിക്സ് യൂസ് ചെയ്യാം. അതായത് വളരെ ലെങ്തി ആയിട്ടുള്ള എക്സാമ്പിൾസും കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് മീനിങ് ഫുൾ ആയ അല്ലെങ്കിൽ ഫണ്ണി സെന്റൻസിലേക്ക് മാറ്റുക. ഫോർ എക്സാമ്പിൾ, ഇതിന് എന്ത് ചെയ്യാം, കീപ്പ് പോട്ട് ക്ലീൻ, അതർവൈസ് ഫാമിലി ഗെറ്റ് സിക്ക്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി നിങ്ങൾക്ക് കോഡ് ഭാഷാ രൂപത്തിലും ബയോളജിക്കൽ ടേംസുകളെ നിങ്ങൾക്ക് എക്സാമ്പിൾസുകളെ നിങ്ങൾക്ക് പഠിച്ചു വെക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇതേപോലെയുള്ള ബയോളജിക്കൽ ടേംസ് ഓർത്ത് വെക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, റിപ്പീറ്റഡ് ആയിട്ട് റിവിഷൻ ചെയ്തുകൊണ്ടേ നിൽക്കണം. ഇന്ന് പഠിച്ചൊരു കാര്യം അത് അടുത്ത ദിവസം, അതിനുശേഷം 3-ാമത്തെ ദിവസം, 7-ാമത്തെ ദിവസം, അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കണം, പഠിച്ചുകൊണ്ടേയിരിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ബയോളജിക്കൽ ഡയഗ്രംസ് ആയാലും ബയോളജിക്കൽ ടേംസ് ആയാലും ഈസി ആയി പഠിച്ച് പോകാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങളെ എക്സാമിന് നിങ്ങളെ പെർഫോമൻസും അതേപോലെ നിങ്ങളെ മെമ്മറിയും ബൂസ്റ്റപ്പ് ആവും. ഓക്കെ, സോ താങ്ക് യു.